കോൺഗ്രസിനെ ഒരേ സമയം അഭിമാനത്തിന്റെയും ആശങ്കയുടെയും പോരാട്ടമാണ് കോലാറിൽ. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയ്ക്കിടയാക്കിയ പ്രസംഗം നടത്തിയത് കോലാറിലാണ് അഭിമാന പോരാട്ടത്തിന് കാരണം. എന്നാൽ കോലാറിൽ സിദ്ധരാമയ്യയ്ക്ക് സീറ്റ് നിഷേധിച്ചത് പ്രാദേശിക നേതാക്കൾക്കും അണികൾക്കുമിടയിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ടോ? കോലാർ സമീപകാലത്ത് ഈ സ്ഥലനാമം വാർത്തകളിൽ ഇടം പിടിച്ചത് രണ്ട് കാരണങ്ങൾ കൊണ്ടായിരുന്നു. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായ കോലാർ പ്രസംഗം. രണ്ട്, മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന കോലാർ മണ്ഡലം. പട്ടിന്റെയും പാലിന്റെയും നാട് 2019 ഇവിടെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കപ്പെട്ടത്. അയോഗ്യനാക്കപ്പെട്ട ശേഷം പിന്നെയും രാഹുൽ കോലാറിലെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ. മോദി സർക്കാരിനെതിരെ കടുത്ത വിമർശനം അന്നും രാഹുൽ ആവർത്തിച്ചു. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പ്രസംഗവും തന്നെയാണ് അണികൾക്ക് ആവേശം. ಭಾರತ್ ಜೋಡೋ ಯಾತ್ರಾ ಮುಖಾಂತರ ಎಲ್ಲರನ್ನೂ ಒಂದಾಗಿ ಮಾಡ್ತು. ಮುಂದಿನ ತಿಂಗಳಲ್ಲಿ ಕಾಂಗ್ರೆಸ್ ಪಾರ್ಟಿ ರಾಷ್ಟ್ರದಲ್ಲಿ ಅಧಿಕಾರಕ್ಕೆ ಬರುತ್ತೆ ಅಂತ ಮನಸ್ಸಲ್ಲಿ ಇಟ್ಕೊಂಡು ಇವತ್ತು ರಾಹುಲ್ ಗಾಂಧಿ ಅವರು ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಕಾಂಗ್ರೆಸ್ ಸರ್ಕಾರ ಭಾರಿ ಬಹುಮತದಿಂದ ನಮ್ಮ ದೇಶದಲ್ಲಿ ಅಧಿಕಾರದ ಚುಕ್ಕಾಣಿ ಇಡುತ್ತದೆ ಅಂತ ಹೇಳಿ ಇವತ್ತು ನಾವು ಹೇಳೋದಕ್ಕೆ ಇಚ್ಛೆಪಡ್ತೀವಿ. ദളിത്, മുസ്ലിം, OBC വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് കോലാർ. കോലാറിൽ നിന്ന് മത്സരിക്കുന്നതിലൂടെ അഹിന്ദ വിഭാഗത്തിന്റെ അനിഷേധ നേതാവാവുകയായിരുന്നു സിദ്ധരാമയ്യയുടെ ലക്ഷ്യം. ಮುಂದಿನ ಚುನಾವಣೆಯಲ್ಲಿ ಕೋಲಾರದಿಂದ ಅಭ್ಯರ್ಥಿಯಾಗಲಿಕ್ಕೆ ತೀರ್ಮಾನ 2013 കർണാടകയിൽ സിദ്ധരാമയ്യയെ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ചത് മുസ്ലിം, OBC, ദളിത് വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തിയുള്ള അഹിന്ദ തന്ത്രമായിരുന്നു. 2,30,000 വരുന്ന കോലാറിലെ വോട്ടർമാരിൽ 1,87,000 അഹിന്ദ വിഭാഗമാണ്. ഒപ്പം സിറ്റിംഗ് MLA ശ്രീനിവാസ് ഗൌഡ കോൺഗ്രസിൽ ചേർന്നതും സിദ്ധരാമയ്യയുടെ പ്രതീക്ഷ കൂട്ടി. എന്നാൽ ഒരു മണ്ഡലത്തിൽ മാത്രം മത്സരിച്ചാൽ മതിയെന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തോടെ സിദ്ധരാമയ്യയ്ക്ക് പിന്മാറേണ്ടി വന്നു. മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കോൺഗ്രസിനത്ര അനുകൂലമല്ല. 2004 ഏറ്റവും അവസാനമായി കോൺഗ്രസ് വിജയിച്ചത്. കഴിഞ്ഞ തവണ JDS വിജയിച്ചത് 44,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോൺഗ്രസിന് കോലാറിൽ ജയം അനിവാര്യമാണ്. കോലാറിൽ നിന്ന് KP ധനേഷിനൊപ്പം ER രാഗേഷ്, News 18.